കോൺവെർസേഷൻ പോലെ പറഞ്ഞാലോ? എങ്ങനെ? ഞാൻ നിന്റെ അടുത്ത് വർത്താനം പറയണം, നീ എന്റെ അടുത്ത് വർത്താനം പറയണം. അങ്ങനെ എവിടെ പോവാന്നുള്ളത് അങ്ങനെ ചോദിച്ചാലോ? അത് കേട്ടോണ്ടിരിക്കുക ഇവിടെ ആരാ ഉള്ളേ? പിന്നീട് അക്കോ അത് കേട്ടോണ്ടിരിക്കുക ഇവിടെ ആരാ ഉള്ളേ? അല്ല, കോൺവെർസേഷൻ നീ എവിടെ പോവാ? ഞാൻ ഓഫീസിൽ പോവാ. ഈ ഓഫീസിൽ പോകുമ്പോ ക്യാമറ എടുത്ത് വെച്ചിട്ട് പോണ എന്തിനാ? ഇതേ ആൾക്ക് ഇത് സാധനം തന്നെയല്ലേ എല്ലാ വീഡിയോയിലും ചെയ്യണം. ഓഫീസിൽ കിട്ടണ പൈസ പറ്റില്ല, തോനെ പൈസ ഉണ്ടാക്കണം. അതിനാണ് ക്യാമറ പിടിച്ചോണ്ട് പോണെ. പൈസ ഉണ്ടാക്കാനാണോ അപ്പൊ ഇത് പിടിക്കണേ? ആ പിന്നെ അല്ലാതെ നഷ്ടല്ലേ? നഷ്ടക്കച്ചവടല്ലേ? രണ്ടുപേരൊക്കെയാ തന്റെ വീഡിയോ കാണണേ. എത്ര പേര് കണ്ടാലും ആദ്യമൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ പിന്നെ പോണ പോക്കിലത് ശരിയാവും. അല്ല, ആദ്യത്തെ ദിവസം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം 28 പേരുണ്ട്. രണ്ടാമത്തെ വീഡിയോ ആയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി. ഓക്കെ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അതിനകത്ത് പറയാൻ പറ്റില്ല. ഈ വണ്ടി ഇവിടെ ഇത് ഞാൻ പുറത്തുകൊണ്ട് വെച്ചിരുന്ന വണ്ടിയാ. ഇത് ആരാണോ എന്തോ ഇതിനകത്തെടുത്ത് വയ്ക്കുന്നത്. അതാ സെക്യൂരിറ്റി ചേട്ടനാ ഇതിനകത്ത് വെക്കുന്നത്. പുള്ളിയോട് നമ്മൾ ഏത് ഭാഷ പറഞ്ഞു കൊടുക്കും, അങ്ങനെ വെക്കാൻ പാടില്ല എന്ന്. പുള്ളിക്ക് ഹിന്ദി അറിയാം. നേരത്തെ സെക്യൂരിറ്റി ചേട്ടൻ നല്ലപോലെ ഹിന്ദി നമുക്കറിഞ്ഞൂടാന്നേ ഉള്ളൂ. ഈ പുള്ളിക്ക് ഹിന്ദി അറിയാലോ. ഈ പുള്ളി കുറച്ച് ഷൈ ആണെന്ന് വെച്ചിട്ട് നാണായിക്കണ്ട് പുള്ളിക്ക് നമ്മളടുത്ത് വർത്താനം പറയുമ്പോ. ഞാൻ ആരോടാ ടാറ്റ കാണിക്കണേ? എന്റെ അടുത്ത് മുകളിലുണ്ട് ഞാൻ. അത് ക്യാമറ തിരിച്ചെന്നെ കാണിക്കായിരുന്നല്ലോ. ഞാൻ മുകളിൽ 5ാമത്തെ നിലയിൽ നിന്ന് ടാറ്റ പറയണത്. ഇത് ഏത് വഴി കൂടെ പോണേ? ഇത് കോറമംഗലിൽ നിന്ന് സോണിക് സിഗ്നൽ വഴി അതുവഴി പോകുമ്പം രാവിലെ അതുവഴി പോയി കഴിഞ്ഞാൽ 10-20 മിനിറ്റ് എടുക്കുള്ളൂ. ഇത് ആദ്യത്തെ ട്രാഫിക് ബ്ലോക്ക്. ഇവിടുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ആ മറ്റേ ഷോർട്ട് കട്ട് വഴി കട്ട് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്താം. ഞാൻ എന്താ ചെയ്യാ? നമ്മളിപ്പോ ഇവിടുന്ന് ഈ വോയിസ് ഇടുന്ന സമയത്ത് ഇവരെല്ലാരും താഴെ ടെറസിന്റെ മണ്ടേ കയറി കിടപ്പുണ്ട്. അവരെന്തിനാ എല്ലാരും ടെറസിന്റെ മണ്ടേ കയറി കിടക്കണം? ചൂടല്ലേ? നാട്ടില് മാത്രല്ലല്ലോ, ഇന്ത്യ മൊത്തത്തിൽ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ചൂടെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 99 മെയിൻ സിറ്റീസിലും ലോകത്തിലെ ഏറ്റവും വലിയ ചൂടാണെന്നാ പറയണേ. അപ്പൊ അതേപോലെയല്ലേ ബാംഗ്ലൂരും. നാട്ടിലിപ്പം വലിയ പ്രശ്നമില്ല. രാത്രി നാട്ടിൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ മഴ പോയിട്ട് മാവ് പോലും ഇല്ല. ഇന്ന് വലിയൊരു മഴ വന്നു. ആ മഴ എങ്ങോട്ടോ പോയി. ആ മഴ പോയി നാട്ടിൽ പോയി പെയ്തു തോന്നുന്നു. നാട്ടിൽ മഴ പെയ്തെന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞു. നാട്ടില് നല്ല മഴ ഉണ്ടായിരുന്നു. എറണാകുളത്തും കൊല്ലത്തും ഒക്കെ 3 മണിക്കൂർ നേരത്തേക്ക് യെല്ലോ അലർട്ടോ അങ്ങനെ എന്തോ ആണ് മഴേന്റെ കാര്യത്തിൽ ഇന്ന്. അതുകൊണ്ട് നാട്ടില് മഴ പെയ്തു, പക്ഷെ ഇവിടെ മഴ പെയ്തില്ല. ഇവിടെ ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ ഒന്ന് ശമനം ഉണ്ടായേനെ ചൂടിന്. പക്ഷെ ഇത് രാവിലെയും ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴും ഭയങ്കര ചൂടായിരുന്നു. ചൂട് കൊണ്ടിട്ട് ഭയങ്കര ചൂടുണ്ട്. പക്ഷെ ഒമാനിലൊക്കെ ഞാൻ നിൽക്കുമ്പോ അവിടെ അത്ര ചൂടുണ്ടെങ്കിലും ഈ വെയിലുണ്ടെങ്കിലും ചൂടത്ര അനുഭവപ്പെടില്ല. പക്ഷെ ഇവിടെ കഴിഞ്ഞ മാസം വരെ ചൂടില്ലായിരുന്നല്ലോ. ശരിയാ, നാട്ടിൽ പോകുമ്പോ ചൂടില്ല. മാർച്ച് ലാസ്റ്റ് അല്ല ഫെബ്രുവരി അല്ല ഏപ്രിൽ ആയപ്പോഴാണ് ഇവിടെ ചൂടായത്. മാർച്ച് വരെ ഇവിടെ ചൂടില്ലായിരുന്നു. ഏപ്രിൽ ആയതിനു ശേഷം ഭയങ്കര ചൂട്. 39 ഡിഗ്രിയോ 40 ഡിഗ്രിയോ എന്നൊക്കെ പറയുന്നുണ്ട്. പകലൊന്നും ഈ ബാൽക്കണിയിലൊന്നും ഇറങ്ങി ഇരിക്കാനേ പറ്റില്ല, രക്ഷയില്ല. കർട്ടനുമായിട്ട് ജനലും കതകും എല്ലാം അടച്ചിട്ടാ അകത്തിരിക്കാം. പക്ഷെ അവിടുന്ന് കിഴക്ക് സൈഡിൽ നിന്ന് കാറ്റുണ്ട്, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാ. നമ്മള് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് രണ്ട് മൈക്ക് മേടിക്കണം. മൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി. 2 മൈക്ക്, ഒരു ക്യാമറ. ഇതിപ്പോ ഇന്ദിരാനഗർ എത്തി. ഇന്ദിരാനഗർ മറ്റേ നമ്മളന്ന് കാറ് നോക്കാൻ പോയ ആ സ്ഥലത്തെത്തി. 2 മൈക്ക് മേടിക്കണം. മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോഡ്കാസ്റ്റ് പോലെ എന്തെങ്കിലും ചെയ്യാം. ഫോൺ, ഒരു ക്യാമറ, ഒരു TV, ഒരു VCR, ഒരു ഫ്രിഡ്ജ്. നമുക്കങ്ങ് സുഖിക്കണം. അതെ അതിന്റെ കളകളാതങ്ങൾ കേൾക്കുന്നില്ലേ? ഓ എന്ത് സുഖം. നമുക്ക് എന്താടാ ദാസ ഈ ഐഡിയ നേരത്തെ തോന്നാതെ? എല്ലാത്തിനും അതിന്റേതായ ഫോൺ. ഇത്ര നേരം ബ്ലാ 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 പറഞ്ഞിട്ട് 4.5 മിനിറ്റ് ആരെങ്കിലും കേൾക്കണുണ്ടോ? നിങ്ങൾ ഇതൊക്കെ കേൾക്കണുണ്ടോ? എവിടെ നിന്ന് ആരും കേൾക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ. അങ്ങോട്ട് വർത്താനം പറയണത്, എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത ക്ലിപ്പും ഒരു ബന്ധമില്ലാത്ത ഓഡിയോയും. അതെ, ഇതിലും ബെറ്റർ നമുക്ക് ഒരു മീൻസ് നമ്മള് തന്നെ
ഇങ്ങനെ വർത്താനം പറയാൻ അല്ലാണ്ട് വ്ലോഗ് ചെയ്താ പോരെ എല്ലാരും ചെയ്യണ പോലെ. അത് നമുക്ക് വേറെ ചാനലിൽ ചെയ്യാം. മോശല്ലേ? കൊറേ പൈസ ഉണ്ടാക്കാം. അവസാനം 2-3 ചാനലായി തേഞ്ഞൊട്ടി നമുക്ക് 2-3 ചാനലിൽ ചെയ്തിട്ട് കൊറേ പൈസ ഉണ്ടാക്കാം. അതെ പൈസ ഉണ്ടാക്കി നമ്മളെ നാളെ ലോകം അറിയപ്പെടും. അതെ റിച്ച് യൂട്യൂബ് കപ്പിൾസ് ഓഫ് ദി ഇയർ. അതെ അല്ലേ? മോസ്റ്റ് പോപ്പുലർ യൂട്യൂബ് കപ്പിൾ ഓഫ് ദി ഇയർ. അതെ ഹരികൃഷ്ണൻ ആൻഡ് ലിഗാസൻ. അത് തന്നോട് പേര് പറയാൻ സോറി, ഞാൻ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളാ നിങ്ങളത് കേട്ടത് മറന്നേ. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യണേ, നമ്മള് ഒരു കപ്പിൾ വ്ലോഗ് മീൻസ് ഫുഡ് ഫാമിലി വ്ലോഗിങ് തുടങ്ങുന്നതായിരിക്കും. അതെ ഫാമിലി വ്ളോഗിങ് ഉടനെ തുടങ്ങുന്നതായിരിക്കും. അത് നിങ്ങൾ വേറെ ചാനലിൽ പോയി കണ്ടാൽ മതി. ഈ ചാനലിൽ പറ്റില്ല. ഈ ചാനൽ എന്റെ ചാനലായി. ഈ ചാനൽ എന്റെ വീഡിയോസ് മാത്രമേ ഇടുള്ളൂ. ആകെ ഒരാളാ കാണുന്നേ. ആ ആള് ആദ്യത്തെ ഒരൊറ്റ സാധനം കാണുമ്പോഴേ സ്കിപ്പ് ചെയ്ത് കളയും. ആരോ വിളിക്കാണ്. ഈ ചാനലിൽ എന്റെ വ്ളോഗ് മാത്രമേ ഇടുള്ളൂ, എന്റെ POV മാത്രമേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ പോണത് വേണമെങ്കിൽ കണ്ടാൽ മതി. ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ ഉണ്ടാവില്ല. ട്രാഫിക് കൊറേ നേരം വെയിറ്റ് ചെയ്യും. എന്തിനാണ് എന്തോ അതത്രയും കട്ട് ചെയ്ത് കളഞ്ഞുകൂടായിരുന്നു ആ വീഡിയോ. അത് കൊറേ കട്ട് ചെയ്ത് കട്ട് ചെയ്യണം, വെറുതെ ട്രാഫിക്കിൽ കിടക്കണം, മനുഷ്യന്മാരെ കാണിക്കണം. 24 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു. അതിനെ കട്ട് ചെയ്തിട്ടാണ് 8 മിനിറ്റ് ആക്കിയത്. 8 അല്ല 9 മിനിറ്റ് ആക്കിയത്. അത്രയും വേണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് ഇട്ടാ മതിയായിരുന്നു. കാരണം കൂടുതലും ട്രാഫിക് തന്നെയാണല്ലോ. 5 മിനിറ്റ് കുറച്ചല്ലേ ഉള്ളൂ. ഇതിപ്പോ ട്രാഫിക് ആണെങ്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇത് നമ്മള് വേറെ വർത്താനാണല്ലോ പറയുന്നത്. അതിലെ മത്തിക്കറിയും പോലുള്ള വീഡിയോയാണ് ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? പീപ്പിൾസ് ഞാൻ എന്തൊക്കെയാ പറയണേ? പീപ്പിൾസ് എന്ന് പറയാറില്ല, പീപ്പിൾസിന്റെ പ്ലൂറൽ പീപ്പിൾസ് തന്നെയാണ്. ഈ ഇടയ്ക്ക് ഷസാമിന്റെ വീഡിയോക്കകത്ത് മറ്റേ ആരോ ഇത് ചെയ്തിട്ട് പറയണത്, ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ ഒറ്റയ്ക്ക് പറയണത്? ആ പുള്ളി അവൻ ഒരു വീഡിയോ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കണത്, അല്ലാണ്ട് അവൻ 2-3 കട്ട് എടുത്തിട്ടല്ല ചെയ്യണം. ഒറ്റ വീഡിയോ ഒറ്റ സ്ട്രെച്ച്. പക്ഷെ അതാണ് ഏറ്റവും വലിയ സുഖം. ഒറ്റ വീഡിയോ ഒറ്റ സ്ട്രെച്ച് എടുക്കുമ്പോൾ പല ക്ലിപ്പുകൾ എടുത്ത് ആഡ് ചെയ്യുന്നതല്ല, ഒരു ഷോട്ടിലാണ് ഒരു വീഡിയോ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അത് ഒറ്റ വീഡിയോ ആയിരിക്കും. അതിനകത്ത് വേറെ കാര്യങ്ങള് എടുത്ത് ആനിമേഷൻ അങ്ങനെ ചേർത്തെടുത്തേ ഉള്ളൂ, അല്ലാണ്ട് ഒറിജിനൽ ബേസ് ക്ലിപ്പ് എപ്പോഴും ഒന്നായിരിക്കും. പക്ഷെ അതാണ് ഏറ്റവും എളുപ്പം. ആഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നില്ല എന്നല്ലേ? അത് നമുക്ക് എവിടെ എന്താ പറയണെന്ന്, നമുക്ക് എത്രാമത്തെ മിനിറ്റിൽ എന്താ പറയണെന്നൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഐ മീൻ എന്താണ് വർത്താനം പറയുന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയ ഓൻ ഇത്രയും നാളും നന്നായിട്ട് ഇത് ചെയ്തല്ലേ. അപ്പൊ അത്രയും പ്രാക്ടീസ് അതാണല്ലോ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബെറ്റർ സൂൺ. ഞാൻ ഇതിനു മുന്നേ ഒന്ന് തുടങ്ങിയതായിരുന്നു. അന്ന് ഞാൻ എന്തോ കഷ്ടപ്പെടായിരുന്നു. ഞാൻ എന്റെ ആദ്യത്തെ വിചാരം ഇതിനകത്ത് ഇത് തുടങ്ങിയിട്ട് ആർക്കെങ്കിലും ഗീവ് അവേ കൊടുത്തു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ കിട്ടും, സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ശരിക്കും അത് കല്യാണത്തിന് മുന്നേ ആണ്. കല്യാണത്തിന് മുന്നേ ആണ് അത് ഫേസ് റിവീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഫേസ് ഒക്കെ റിവീൽ ചെയ്തെടുത്ത് കഴിഞ്ഞ വീഡിയോക്കകത്ത് നിന്റെ മുഖം ഇന്നലെ ഇട്ട വീഡിയോക്കകത്ത് നീ മറ്റേ ആ ബദാമിന്റെ എന്തിനായിരുന്നു മേടിച്ചത്? അത് എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്തപ്പോ അത് വോയിസ് ഓവർ ചെയ്തപ്പോ ഇത് അതിനകത്തുണ്ടായിരുന്നു. അത് ബദാമിന്റെ എന്തിനായിരുന്നു? മലായിയോ റസ്മലായി അങ്ങനെ. അതിനകത്ത് നിന്റെ മുഖമുണ്ട്. സുഹൃത്തുക്കളെ, ഓക്കെ ബൈ. ഇപ്പൊ നാളെ കാണാം. നാളെ ഇതേപോലെ